ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന ഡോക്യുമെന്റിന്റെ കണ്ടന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ടോപ്പിക് ഇന്നലെ ഇംഗ്ലീഷിൽ ചെയ്തിരുന്നു. റിലേറ്റഡ് വീഡിയോസിനെ പ്ലേലിസ്റ്റുകളാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് UNFCCC അഥവാ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്നിവയോടുള്ള ഇൻഡിജിനസ് പീപ്പിളിന്റെ സ്റ്റാൻഡ് പറയുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് അവരുടെ സ്റ്റാൻഡ് റീഐറ്ററേറ്റ് ചെയ്യുകയോ അതിന് മേൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യുകയോ ആണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. റിലേറ്റഡ് ഇഷ്യൂസ് സംബന്ധിച്ച ഡിസിഷൻസിൽ ഇൻഡിജിനസ് പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന പ്രോസസ്സിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ ഡോക്യുമെന്റ്. കാരണം ഇതുവരെ അവർ ഇഗ്നോർ ചെയ്യപ്പെട്ടവരായിരുന്നു. ഈ ഡോക്യുമെന്റിനെ 4 തിരിച്ചിരിക്കുന്നു: ഇൻട്രൊഡക്ഷൻ, പ്രിയാമ്പിൾ, 12 പോയിന്റ്സ് ഉള്ള കൺസിഡറേഷൻസ്, 4 പോയിന്റ്സ് ഉള്ള റെക്കമെൻഡേഷൻസ് എന്നിങ്ങനെ. നൗ മൂവിങ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഒരു ജനറൽ സിനേറിയോ ഇത് നമുക്ക് തരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഗ്ലോബൽ വാർമിംഗ്, റൈസിംഗ് സീ ലെവൽസ്, ചേഞ്ചിങ് ലോക്കൽ വെതർ പാറ്റേൺസ്, അൺപ്രെഡിക്റ്റബിലിറ്റി ഓഫ് ക്ലൈമറ്റ് എന്നിവയെക്കുറിച്ച് ഇതിൽ പറയുന്നു. പിന്നീട് ഇൻഡിജിനസ് പീപ്പിളിനെ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എടുത്തു പറയുന്നു. ചുറ്റുപാടുകളുമായിട്ടുള്ള അവരുടെ യുണീക്ക് ബന്ധം, പിന്നെ നാച്ചുറൽ റിസോഴ്സസിനെ ദുരുപയോഗം ചെയ്യുന്നതിന് പകരം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള അവരുടെ കഴിവ്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ആ ഒരു ഇമ്പോർട്ടൻസ് എംഫസൈസ് ചെയ്യുന്നത്. അടുത്തതായി പ്രിയാമ്പിൾ. ഈ ഡോക്യുമെന്റ് എന്താണെന്ന് ഇതിൽ ചുരുക്കി പറയുന്നു. യുണൈറ്റഡ് നേഷൻസ് ഇൻഡിജിനസ് പീപ്പിളുമായി ഒരു കൊളാബറേഷന് തീരുമാനിച്ചു. അതിന്റെ റിസൾട്ടായി ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഇൻഡിജിനസ് പീപ്പിളിന്റെ ഒരു ഫോറം ഇയർ 2000 നടത്തി. അന്ന് അവർ എത്തിച്ചേർന്ന കൺക്ലൂഷൻസ് സമ്മറൈസ് ചെയ്യുന്നതാണ് ഈ ഡോക്യുമെന്റ്. അടുത്തതായി കൺസിഡറേഷൻസ്. മൊത്തത്തിൽ 12 ഉണ്ട്. ഫസ്റ്റ് വൺ, ഭൂമി യൂസ് ചെയ്യാനുള്ള ഒരു കമോഡിറ്റി അല്ല, ദൈവം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച എല്ലാ ലിവിങ് ബീയിങ്സിന്റെയും വീടാണ്. സെക്കൻഡ് പോയിന്റ്, ഇൻഡിജിനസ് പീപ്പിൾ അവരുടെ നാട് ട്രഡീഷണൽ രീതിയിൽ കെയർ ചെയ്തതുകൊണ്ടാണ് ഭൂമിയുടെ എക്കോസിസ്റ്റം, അതിൻ്റെ ഇക്വിലിബ്രിയം ഇത്രയും കാലം നിലനിന്നത്. തേർഡ് പോയിന്റ്, അത് സെക്കൻഡ് പോയിന്റിന്റെ ബാക്കിയാണ്. മറ്റുള്ള മനുഷ്യർ ഭൂമിയുടെ സംരക്ഷണത്തിന് ഇൻഡിജിനസ് പീപ്പിളിനോട് കടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഫോർത്ത് പോയിന്റ്, ഇൻഡിജിനസ് പീപ്പിളിന്റെ പ്രസൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നവർ പോലും ക്ലൈമറ്റിനെ സംബന്ധിക്കുന്ന അവരുടെ കൺസേൺസിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. ഫിഫ്ത് പോയിന്റ്, സ്വന്തം നാടിനെ സംബന്ധിക്കുന്ന ഇഷ്യൂസിൽ ഡിസിഷൻസ് എടുക്കാനുള്ള പൂർണ്ണ അവകാശം ഇൻഡിജിനസ് പീപ്പിളിന് ഉറപ്പിക്കുന്നു. സിക്സ് പോയിന്റ്, അതൊരു ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡിജിനസ് പീപ്പിളിന്റെ അവകാശം റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും അവയെ പാടെ നെഗ്ലക്ട് ചെയ്യുന്ന രീതിയും ഉണ്ട്. ഇനി സെവൻ പോയിന്റ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നത് ഇൻഡസ്ട്രിയലൈസ്ഡ് രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ പാറ്റേൺ കൊണ്ട് ഉണ്ടാകുന്നതാണ്. എയ്റ്റ് പോയിന്റ്, ഡെവലപ്ഡ് കൺട്രീസിനെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഒഴിവാക്കുന്ന ക്യോട്ടോ പ്രോട്ടോകോളും ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻസും ഇൻഡിജിനസ് പീപ്പിളിനെ കൂടുതൽ മാർജിനലൈസ് ചെയ്യുന്നതാണ്. നയൻത് പോയിന്റ്, ഇപ്പോഴത്തെ ഒരു വേൾഡ് വ്യൂവും രീതികളും ഇൻഡിജിനസ് പീപ്പിളിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, 10th പോയിന്റ്, കാർബൺ സെക്വസ്ട്രേഷൻ കപ്പാസിറ്റി എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം കാടുകളെ വാല്യൂ ചെയ്യുന്ന ക്യോട്ടോ പ്രോട്ടോകോളിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. 11th പോയിന്റ്, അഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ, റീഫോറസ്റ്റേഷൻ എന്നിവയ്ക്ക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നൽകുന്ന ഡെഫിനിഷൻസ് ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. 12th പോയിന്റ്, ഇൻഡിജിനസ് പീപ്പിളിന്റെ നാടിനെ കയ്യേറുന്ന അവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ ആകില്ല. ഈ ഡോക്യുമെന്റിന്റെ ലാസ്റ്റ് സെക്ഷൻ റെക്കമെൻഡേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ കൺസിഡറേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ്. ആദ്യത്തെ റെക്കമെൻഡേഷൻ, COP അഥവാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UNFCCCയുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻഡിജിനസ് പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം. അത് 7 വഴികളിലൂടെയാണ് ചെയ്യേണ്ടത്. ആദ്യം ഈ നൊട്ടേഷനെ ഉദ്ധരിച്ചുകൊണ്ട്. രണ്ടാമതായി, COPയുടെ ഡിസിഷൻ മേക്കിങ്ങിലും UNFCCCയുടെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻഡിജിനസ് പീപ്പിളിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിക്കൊണ്ട്. മൂന്നാമതായി, ഇൻഡിജിനസ് പീപ്പിൾ, ക്ലൈമറ്റ് ചേഞ്ച് എന്നീ 2 മേഖലകളിൽ വർക്ക് ചെയ്യുന്നതിനായി ഒരു ഓപ്പൺ എൻഡഡ് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട്. നാലാമതായി, UNFCCCയുടെ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ഇൻഡിജിനസ് പീപ്പിളിന്റെ ഒരു പ്രത്യേക ഡിവിഷൻ തുടങ്ങിക്കൊണ്ട്. അഞ്ചാമതായി, ഇൻഡിജിനസ് പീപ്പിളിനെ COPയുടെ ഒരു പെർമനന്റ് അജണ്ട ആക്കി മാറ്റിക്കൊണ്ട്. ആറാമതായി,
ഇൻഡിജിനസ് പീപ്പിളിനെ സംബന്ധിക്കുന്ന ഇഷ്യൂസിൽ UNFCCC തുടങ്ങിയ ബോഡീസുമായി മീനിങ്ഫുൾ ആയ കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ട്. ഏഴാമതായി, എക്സ്പേർട്ട് റിവ്യൂ ടീമിലും കംപ്ലയൻസ് കമ്മിറ്റിയിലും ഇൻഡിജിനസ് പീപ്പിളിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. ഇതാണ് ആദ്യത്തെ റെക്കമെൻഡേഷൻ. ഇനി രണ്ടാമത്തെ റെക്കമെൻഡേഷൻ, കൺവെൻഷൻ, ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ ഇൻഡിജിനസ് പീപ്പിളിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് അക്രോസ് ദ ഗ്ലോബ് വർക്ക് ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് പ്രോഗ്രാംസ് COP എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി മൂന്നാമത്തെ റെക്കമെൻഡേഷൻ, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്ട്സ്, കോസസ്, സൊല്യൂഷൻസ് സംബന്ധിക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻഡിജിനസ് പീപ്പിളിന് ആക്സസ് ഉണ്ടാകാൻ COP സപ്പോർട്ട് ചെയ്യണം. അത് ഇനി പറയുന്ന 3 ആക്ഷൻസിലൂടെ ആയിരിക്കണം. ആദ്യമായി, അൺസ്പോയിൽഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഓയിൽ, ഗ്യാസ്, ന്യൂക്ലിയർ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആക്ടിവിറ്റീസിനായി ഒരു മൊറട്ടോറിയം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിന്യൂവബിളും എഫിഷ്യൻറ്റുമായ എനർജി സൊല്യൂഷൻസ് പ്രൊമോട്ട് ചെയ്യണം. രണ്ടാമതായി, ഈ ആക്ടിവിറ്റീസ് കാരണം അഫക്റ്റഡ് ആയ ഏരിയാസിനെ റീസ്റ്റോർ ചെയ്യാൻ ലീഗലി ബൈൻഡിംഗ് ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യണം. മൂന്നാമതായി, ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയവ മൂലം ഓൾറെഡി ഉണ്ടായതും പൊട്ടൻഷ്യലി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഇമ്പാക്ട്സിനെ ഇൻഡിജിനസ് പീപ്പിളിന്റെ രീതികളനുസരിച്ച് ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും അഡ്രസ് ചെയ്യാനുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതോടുകൂടി ഈ ഡോക്യുമെന്റിന്റെ കണ്ടന്റ് തീരുന്നു. കാലം കടന്നപ്പോൾ പതുക്കെയാണെങ്കിലും മാറ്റങ്ങളുണ്ടായി. 7 വർഷങ്ങൾക്ക് ശേഷം 2007 ഇൻഡിജിനസ് പീപ്പിളിന്റെ അവകാശങ്ങളുടെ റെക്കഗ്നിഷൻ സംബന്ധിക്കുന്ന ലീഗലി നോൺ ബൈൻഡിംഗ് ആയ ഒരു റെസല്യൂഷൻ UN പാസാക്കി. എന്നാൽ അപ്പോഴും 4 മെമ്പർ കൺട്രീസ് അതിനെതിരെ വോട്ട് ചെയ്തു. 11 പേർ അബ്സ്റ്റെയിൻ ചെയ്തു. എങ്കിലും UNDRIP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ നിലവിൽ വന്നു. ഈ നീണ്ട യാത്രയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ ഡോക്യുമെന്റ് അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആയി നിലനിൽക്കുന്നു. വിത്ത് ദാറ്റ്, ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ അവസാനത്തിലെത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.